ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി താറാവ് മപ്പാസ് ആയാലോ. അപ്പോൾ അതിനായിട്ട് 1 കിലോ താറാവ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വീതം കുരുമുളക് പൊടി, ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണിനടുത്ത് വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 20ഓളം കുഞ്ഞുള്ളിയും, ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, 2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി, ഓരോ സ്പൂൺ വീതം പെരുംജീരകവും കുരുമുളകും, ഒരു 2-3 തണ്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി കുക്കറിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 3-4 ഏലക്ക, 2 ഇഞ്ച് നീട്ടത്തിലുള്ള പട്ട, ഒരു 4-5 ഗ്രാമ്പു ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഇനി ഒരു 2 മീഡിയം സൈസുള്ള സവോള കൂടെ നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ ഒരു 3 പച്ചമുളകും കൂടെ ചേർത്തോളൂ കേട്ടോ. സവോള ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു 3/4 സ്പൂണോളം ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർക്കാം. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ താറാവ് ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. 2ാം പാൽ ഒഴിച്ചു കൊടുത്താണെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഒരു തേങ്ങ, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1ാം പാലും, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത 2ാം പാലുമാണ്. ആ 2ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു 2-3 വിസിൽ എന്തായാലും നമുക്ക് വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ നമ്മുടെ താറാവ് അത്യാവശ്യം വേവായിട്ടുണ്ട്. ഇതിനെ ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കണം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ കറി ഒന്ന് വറ്റിച്ച ശേഷം 1ാം പാല് ചേർക്കാം. 1ാം പാല് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കണ്ട, നന്നായിട്ടൊന്നങ്ങ് ചൂടായാൽ മതി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് സവോള വറുത്തതും കശുവണ്ടിപ്പരിപ്പും ഒരു കുറച്ച് മാത്രം മുന്തിരി കൂടെ വറുത്തും ചേർക്കുന്നുണ്ട്. അപ്പോൾ താറാവ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല പാലപ്പത്തിൻ്റെയും വട്ടയപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.